നമ്മൾ വെറുതെ ബെഡ്ഷീറ്റ് കഴുകിയോണ്ട് ഹൗസ് ഡസ്റ്റ് മൈറ്റ്സ് പോവില്ല. ബെഡ്ഷീറ്റ് ചൂടുവെള്ളത്തിലിട്ട് കഴുകണം. ചൂടുവെള്ളത്തിലിട്ട് കഴുകുമ്പോൾ പൊടിയും പോവും, പൊടിയുടെ ഒപ്പമുള്ള ഹൗസ് ഡസ്റ്റ് മൈറ്റ്സും പോവും. ദിസ് ഷുഡ് ബി ഡൺ എവരി 4 days. പ്രാക്ടിക്കലി എത്രത്തോളം പോസിബിൾ ആണ്. എല്ലാവരും 4 ദിവസം കൂടുമ്പോൾ ബെഡ്ഷീറ്റ് മാറ്റണം. ബെഡ്ഷീറ്റ്, പില്ലോ കവർ, കമ്പിളിയുടെ പുതപ്പുകൾ ഉപയോഗിക്കരുത്. നമ്മൾ കോട്ടന്റെ പുതപ്പ് ഉപയോഗിക്കണം. കമ്പിളി, വൂളൻ സാധനങ്ങൾ, അല്ലെങ്കിൽ ഫർ ടോയ്സ് ഉണ്ടാവില്ല. പിള്ളേർക്കൊക്കെ ഏറ്റവും കോമൺലി ആസ്മ കാണുന്ന ഈ ടെഡി ബെയർ പോലത്തെ ടോയ്സ് ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിലൊക്കെ ഈ സാധനം ഇരിക്കും, ഹൗസ് ഡസ്റ്റ് മൈറ്റ്സ് ഇരിക്കും. അപ്പൊ ഡസ്റ്റ് അലർജി അല്ല, ഇറ്റ്സ് ഡസ്റ്റ് മൈറ്റ് അലർജി ആക്ച്വലി. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ അവോയ്ഡ് ചെയ്യണം. അതുമല്ല പ്ലാസ്റ്റിക് കവറിൽ റാപ്പ് ചെയ്ത് വെക്കണം. ഇതിലേക്ക് അല്ലെങ്കിൽ സോഫാസ് ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ അപ്പോൾസ്റ്റേർഡ് ഫർണിച്ചേഴ്സ് ഉപയോഗിക്കണം. ഈ അൺഅപ്പോൾസ്റ്റേർഡ് ഫർണിച്ചേഴ്സ് ഉണ്ടാവും, ഈ തുണിയുടെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ നല്ല സുഖമായിരിക്കും. അതിനുള്ളിലൊക്കെ ഹൗസ് ഡസ്റ്റ് മൈറ്റ്സ് ഉണ്ടാവും. ബേസിക് പ്രശ്നം അവിടെയാണ് വരുന്നത്. പിന്നത്തെ ഒരു ഗ്രൂപ്പ് ഫംഗസുകളാണ്. നമുക്കിപ്പോൾ ഉണ്ടാവില്ലേ ചില സ്ഥലത്തൊക്കെ നനവൊക്കെ വന്നിട്ട് ഫംഗസുകൾ, അല്ലെങ്കിൽ ചെടികളുടെ ഒക്കെ ഫംഗസ്, ഇത്രയും സാധനങ്ങൾ, പോളൻസ്, അതേപോലെ തന്നെ ഹൗസ് ഡസ്റ്റ് മൈറ്റ്സ്, കോക്രോച്ച്, ഫംഗസ്, ഇത് 4 നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ അലർജി, ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ അലർജി ഉണ്ടാക്കുന്ന